ഗുഡ് മോർണിംഗ് എവരിബഡി. നിങ്ങളെല്ലാരും എന്റെ തോട്ടത്തിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇന്ന് എന്റെ ഡ്രാഗൺഫ്രൂട്ടിന്റെ വിളവെടുപ്പാണ്. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് ഞാൻ ചെയ്യുന്നത് നെക്സ്റ്റ് 7 വട്ടാമ്പ്ര യൂണിറ്റ് PO പുതിയങ്ങാടി, PO മാടായി, കാനനൂർ ഡിസ്ട്രിക്ട്. ഇവരാണ് ഇന്നത്തെ ഡ്രാഗൺഫ്രൂട്ടിന്റെ ഉദ്ഘാടകൻ. ഓക്കെ, ലെറ്റ് us start. ആരാരും കാണാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. എക്സസൈസ് പൂർത്തിയാക്കിയ ശേഷം കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടി പ്രദേശത്ത് വട്ടാമ്പുറത്തുള്ള അവിടെ അബ്രഹിമാൻകാരുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ ഇത്ര നേരിട്ട ഒരു കൃഷി രീതി സ്വീകരിച്ച അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ അബ്രഹിമാൻ. മെച്ചം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ, പ്രത്യേകിച്ച് ഗൾഫ് ഡ്യൂട്ടീസ് ആയ സീനിയർ സിറ്റിസൺസ് ആയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ടൈം പാസിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്. അതുപോലെ തന്നെ മോശമില്ലാത്ത നല്ല ഒരു വരുമാന മാർഗം കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ ഇത് അഭിമാനിക്കാനുള്ള തുടക്കം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ദിനം ജീവിതത്തിൽ അതിനുള്ള പൈസ ഇല്ലാണ്ടാക്കരുത്. വേറെ കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ടൈം പാസും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻകത്തിലുള്ള സോഴ്സ് കാര്യങ്ങളും. എന്നാൽ ഈ തോട്ടം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല കണ്ണ് കുടുംബങ്ങളുടെ സന്തോഷമുണ്ട്. കാരണം ഇത് ഇത്ര നല്ല രീതിയിൽ ഇതിനെ പരിഹരിച്ച് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് തൃശ്ശൂർ അടക്കം അല്ലെങ്കിൽ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാനൊക്കെ പലരും വരുന്നുണ്ട്. പല മുമ്പത്തെ വീഡിയോ നിന്നൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് അഭിനന്ദനം പ്രത്യേകം അഭിനന്ദിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങിയത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ ഇത് എപ്പോഴാണ് കൃഷി ചെയ്യുന്നത്, ഇതിന്റെ പരിധികൾ എങ്ങനെയാണ്, ഇതിന് ആവശ്യമുള്ള പിന്നെ വളം എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് നല്ലതായിരിക്കും. ഭാവിയിൽ എന്തെങ്കിലും ഇതുപോലെ സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ കൃഷിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ച് നമുക്ക് തീർക്കാവുന്നതാണ്. ഇതിന്റെ കാലാവസ്ഥ, ഇത് എത്രയാണ് കാലം, ഇതിന്റെ വളം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റി പറയാൻ പറയാവുന്നതാണ്. ഇതിലെ 3 തരത്തിലാണ് ഇതിന്റെ പോളിനേഷൻ. ഒന്ന് സെൽഫ് പോളിനേഷൻ, ഒന്ന് ബൈ ഹാൻഡ് പോളിനേഷൻ, മൂന്നാമത് ക്രോസ് പോളിനേഷൻ. ഇതൊക്കെ വെറൈറ്റിയാണ് രണ്ടാമത് രണ്ട് കാര്യങ്ങൾ. ഈ വെറൈറ്റി ഒന്നും തന്നെ ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലം ചിലപ്പോൾ 3 വർഷം കിട്ടാതെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ സാധാരണ ലെവലിൽ നടന്ന റഷ്യ, മലേഷ്യ, മെക്സിക്കോ, മൊബൈൽ ഇതൊക്കെ നമ്മൾ ഒറ്റ വർഷം കൊണ്ട് കാണും. ഇത് മാത്രം ചെയ്യാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം. വെറൈറ്റി കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. പക്ഷെ ചെയ്യാൻ നമുക്ക് കഴിവില്ല. ഇത് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇത് ടോപ്പ് വെറൈറ്റി തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു